الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ സർവനിയന്താവായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ വിനയമുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്ന, അവൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലവരായ മുഅ്മിനുകളായി, മുസ്ലിമുകളായി മാറണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഗൗരവബുദ്ധിയാ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒഴിഞ്ഞു കിടക്കുന്ന സഫുകളുടെ പൂർത്തീകരണം ഇപ്പോൾ തന്നെ വന്നവരൊക്കെ, പിറകിലുള്ളവരൊക്കെ മുൻപിലുള്ള സഫുകളുടെ പൂർത്തീകരണം ശരിയാക്കിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇടതുഭാഗത്തേക്ക് കൈകൾ കുത്തിയിരിക്കുന്ന ഇരുത്തം ഉപേക്ഷിക്കുക. മുട്ടുകാലുകൾ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഇരുത്തം ഒഴിവാക്കുക. പൂർണ്ണമായി ഉറങ്ങാതെ, ഉറക്കം വരാതെ പരമാവധി ശ്രദ്ധിക്കാൻ ഓരോരുത്തരും താല്പര്യമുണ്ടാവുക എന്നുകൂടെ സൂചിപ്പിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ വളരെ കാലികമായ പലതരം ചർച്ചകൾ നടക്കാറുണ്ട്. നമ്മളൊക്കെ കുഞ്ഞുനാളുകളിൽ കേട്ട് അല്ലെങ്കിൽ കണ്ട് പരിചയമുള്ള പല നിലക്കുമുള്ള സംഭവ വികാസങ്ങളെ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കാതെ പറയുന്ന ഒട്ടനേകം ആളുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. സ്വർഗവും നരകവുമൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മദ്രസാ വിദ്യാലയ കാലം മുതൽ നമ്മൾ കേട്ടവരാണ്. അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളുമൊക്കെ അംഗീകരിക്കുന്നവനാണല്ലോ ഒരു മുഅ്മിൻ എന്ന് പറയുന്നത്. എന്നാൽ പുതിയ ഒരു കാലഘട്ടത്തിൽ ദീന് പഠിക്കാത്ത, അതുമായി ബന്ധം ശരിയാവണ്ണം പാലിക്കാത്തവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ദീനിനെ വളച്ചൊടിക്കുകയും ഞാൻ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല, ഇതെല്ലാം സ്വർഗം കിട്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് തനിക്കൊപ്പിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന വ്ളോഗർമാരും അവതാരകന്മാരും പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ നായനെ വളർത്തും, അത് കൃഷിയാവണമെന്നോ കാവലാകണമെന്നൊന്നുമില്ല. നായനെ വളർത്തിയാലൊന്നും നരകൊന്നും കിട്ടൂല, അതൊക്കെ വെറുതെ പറയാണ്. ഞാൻ മുടി ഡൈ ചെയ്യും, അങ്ങനെ ഒരു മുടി ചെയ്തത്, മുടി ഒന്ന് കറുപ്പിച്ചത് കൊണ്ടൊക്കെ നരകം കിട്ടുമോ?
അതൊന്നും ഞാനില്ല എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് പിന്നിൽ കമൻ്റ് ഇട്ട് മനോഹരമായ ആശയമാണ്, നിങ്ങൾ നേരത്തെ പറയേണ്ടതാണ്, നിങ്ങളെപ്പോലെയുള്ളവരാണ് നാട്ടിൽ ആവശ്യം. ഇതൊക്കെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കും. എല്ലാ മതക്കാർക്കും സ്വർഗമുണ്ട്. വേറെ ചിലരുടെ പ്രസംഗമാണ്, എല്ലാ മതക്കാർക്കും സ്വർഗമുണ്ട്, നന്മ ചെയ്തവർക്കെല്ലാം സ്വർഗമുണ്ട്. എന്നിട്ട് ചില നേതാക്കന്മാരുടെ പേരൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് ഇവർക്കൊക്കെ ഉണ്ട്. അദ്ദേഹം അങ്ങോട്ട് എഴുതി കൊടുത്തു. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ അവരവനുസരിച്ചുകൊണ്ട് ന്യായീകരിച്ച് ഒപ്പിച്ച് ഇതുവർക്കൊക്കെ സ്വർഗമുണ്ടെന്ന് പ്രഖ്യാപിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം. വേറെ ചിലരാകട്ടെ സമൂഹത്തിനകത്ത് മതപണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്നവർ പോലും ഹദീസിലോ വിശുദ്ധ ഖുർആനിലോ പറയാത്ത വാദഗതികൾ സ്വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവിടുത്തെ കാഷ്ടത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വർണ്ണനകളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് അമിതമായി വർണ്ണിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നൊരു കാലവുമുണ്ട്. അതുകൊണ്ട് കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ വിശാലമായ ഒരു ലോകത്തിനെ കുറിച്ച് പഠിക്കാതെ സംസാരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വായിക്കുന്ന ഏതൊരു മനുഷ്യനും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയാവുന്ന ലളിതമായ വിഷയമാണ് അള്ളാഹുവിൻ്റെ സ്വർഗം എന്നത്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നതും ഹദീസിൽ വന്നതാണ്. അത് എവിടെയാണ് എന്ന ചോദ്യത്തിന് മറുപടി സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണുള്ളത്. സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് സ്ഥിരതാമസിക്കാൻ ആവശ്യമായ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. ആ സിദ്റത്തുൽ മുൻതഹ എവിടെയാണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ജന്നത്തു ഫിസ് സമാഇസ് സാബിഅ, ഏഴാം ആകാശത്തിന്റെ മുകളിൽ. വയജഅലുഹു അല്ലാഹു ഹൈസു ശാഅ യൗമൽ ഖിയാമ, ഇനി ഖിയാമത്ത് നാളിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റി തീർക്കുകയും ചെയ്യും. വിശാലമായ ആ സ്വർഗലോകത്തെ കുറിച്ച് ഇസ്ലാം പറയുകയാണ്, അത് ചെറുതല്ല. അതിന്റെ വിശാലത ആകാശഭൂമികളെക്കാൾ വിശാലമാണ് ആ സ്വർഗം. ഈ ഭൂമി എത്ര വിശാലാ, ആകാശം എത്ര വിശാലമാ, അതിനേക്കാൾ അപ്പുറമാണ് അത്. വഫിൽ ജന്നതി മിഅതു ദറജ, സ്വർഗം എന്നത് 100 തട്ടുകളുള്ളതാണ്. ഒരു തട്ടെന്ന് പറഞ്ഞാൽ മാ ബൈനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ ഇടയിലുള്ള അത്രയും വിശാലതയുണ്ട് അതിന്റെ ഒരു തട്ടെന്ന് പറഞ്ഞാൽ. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, 100 വർഷക്കാലം മാ ബൈന കുല്ലി ദറജതൈനി മിഅതു ആം, ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് അതിവേഗം കുതിച്ചോടുന്ന ഒരു ജീവിയോട് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണെങ്കിൽ 100 വർഷം കഴിഞ്ഞാലേ ഒന്നാമത്തെ തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലെത്തുകയുള്ളൂ. ഇവിടെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന, അതിനകത്തുള്ളത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ അൽ ജന്നത്തു മാ ബിനാഉഹാ, സ്വർഗമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്, അങ്ങയുടെ വായിൽ നിന്ന് ഞങ്ങളത് കേട്ട് കഴിഞ്ഞു, ഞങ്ങൾക്കത് വിശ്വാസമാണ്, പക്ഷെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. മാ ബിനാഉഹാ, അത് എങ്ങനെയാ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്, എന്ത് മെറ്റീരിയലുകളൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്? നബി തങ്ങളുടെ മറുപടി, ലബിനത്തും മിൻ ഫിദ്ദത്തിൻ, അതിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ആ കല്ല് വെള്ളിയാണെങ്കിൽ നമ്മൾ ചുമര് പടുക്കുന്ന പോലെ അതിന്റെ അടുത്ത കല്ല് വെച്ചിരിക്കുന്നത് വലബിനത്തും മിൻ ദഹബിൻ, സ്വർണത്തിന്റെയാണ്, മിക്സ് ആക്കിയിട്ട്. വമിലാതുഹാ അൽ മിസ്ക്, വമിലാതുഹാ അൽ മിസ്കുൽ അദ്ഫറു വഹസ്ബാഉഹാ അൽ-ലുഅ്ലുഉ വൽ-യാഖൂത്ത്, അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ സിമന്റ് ഇട്ട് കൊടുക്കുന്ന പോലെ പവിഴവും മുത്തുമാണ് അതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ. മാത്രമല്ല അതിലെ മണ്ണ്, സ്വർഗത്തിൽ ഉണ്ടാക്കിയതിൻ്റെ മണ്ണ്, അതിൻ്റെ മണല് അസ്സഗ്ഫറാനു, കുങ്കുമമാണ്. നമ്മളെ ഭാവനയിലും നമ്മുടെ ചിന്തയിലും ഒക്കെ അങ്ങനെ ചിലത് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്നുമല്ല ലോകം.
സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കവാടങ്ങൾ അതിവിശാലമായതാണ്. ഓരോന്നിനും പേരും അതിന്റെ വിശാലതയും വിശദീകരിച്ചിട്ടുണ്ട്. ഒട്ടനേകം സൗകര്യങ്ങൾ ആ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചത് എത്രത്തോളം എന്നാൽ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അയുനിൻ ജസാം ബിമാ കാനൂ യഅമലൂൻ. നമ്മൾ പഠിച്ചതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും ഒരു സ്വർഗ്ഗം ഉണ്ട് എന്നാണ്. അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യനും ഫലാ തഅലമു, നിനക്കറിയില്ല, നഫ്സുൻ ഒരാൾക്കും, മാ ഉഖ്ഫിയ ലഹും അവിടെ ഒളിപ്പിച്ചു വെച്ചത്, അല്ലാഹു മറച്ചു വെച്ചത്, മിൻ ഖുർറതി അയുൻ കൺകുളിർമയിൽ നിന്നായിക്കൊണ്ട് അനുഭവത്തിന്റെ ആസ്വാദനത്തിൻ്റെതുമുണ്ട്. അതെല്ലാം ജസാം ബിമാ കാനൂ യഅമലൂൻ. ഇവിടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കുള്ള പ്രതിഫലാണ്. എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിച്ചവർക്കുള്ളതല്ല. ദൈവനിരാസവും ദൈവനിഷേധവും അതുപോലെ തന്നെ സർവമത സത്യവാദവും ഛർദിച്ചു കൊണ്ടുവന്നിട്ട് ഇവർക്കൊക്കെ സ്വർഗമുണ്ട് എന്ന് പറയുന്നവർക്ക് യാതൊരു പ്രമാണവും കയ്യിലില്ല, സ്വന്തം വായയല്ലാതെ. അതേ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ഒരുക്കി വെച്ചതെല്ലാം മഅദത്തുൽ ഇബാദിയസ് സാലിഹീൻ. അല്ലാഹുവിന്റെ വചനമായി ഹദീസിൽ വന്നിരിക്കുകയാണ്, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിരിക്കുന്നു. മലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തതാണ്. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഇവിടെ കണ്ടതൊന്നുമല്ല. വലാ ഉദുനു സമിഅത്, ഒരു കാതും അവിടുത്തെ രാഗങ്ങളും ശബ്ദങ്ങളും കേൾക്കാത്തതാണ്. വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഏറ്റവും പവർഫുള്ളായ തിങ്കിങ് ഉള്ള ചിന്തയുള്ള ഒരു മനുഷ്യന്റെ ചിന്തയിൽ പോലും വരാത്ത ലോകമായിരിക്കും. ഒരു ഭാവന കൊണ്ട് പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഈ പറയുന്ന പേരുകളൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. സൗകര്യങ്ങൾ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർത്തു വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. എന്തിനാ അതിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്? കൊതിച്ച് ജീവിക്കാൻ, പണിയെടുക്കാൻ, ആഗ്രഹിക്കാൻ, അതിന് പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി ജീവിതത്തെ ഏറ്റവും നിലവാരത്തിലേക്ക് മാറ്റാൻ, എല്ലാ സകല ഹറാമുകൾ വിട്ടുനിൽക്കാൻ, എല്ലാ സ്വന്തം ഇച്ഛകൾക്കപ്പുറത്ത് അള്ളാന്റെ സ്വർഗം മോഹിച്ച് ജീവിക്കാൻ, അവിടെ കച്ചവടക്കാരന് സ്വർഗം ലഭിക്കാൻ, ദാമ്പത്യം കൊണ്ട് സ്വർഗം ലഭിക്കാൻ, നിസ്കാരം കൊണ്ട് സ്വർഗം ലഭിക്കാൻ, സ്വതക്ക കൊണ്ട് സ്വർഗം നേടാൻ, എല്ലാം കൊണ്ടും ലക്ഷ്യമായി മാറാൻ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് തരാം. അവിടേക്ക് പ്രവേശിക്കുന്ന അവസാനത്തെ വ്യക്തി, അവിടെ പ്രവേശിക്കുന്ന അവസാനത്തെ വ്യക്തി, ഏറ്റവും കുറഞ്ഞ നന്മ കൊണ്ടുവരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തോട് അല്ലാഹു തആല ചോദിക്കുമത്രേ, അതർലാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലകിൻ മിൻ മുലൂക്കി ദുനിയ. അല്ല മനുഷ്യ, നിനക്ക് ദുനിയാവിലെ രാജാക്കന്മാർ, അധികാര സുഖങ്ങളിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാർക്കുള്ള ഒരു രാജാവിനുള്ള സ്ഥാനം നിനക്ക് നൽകിയ നീ ഇഷ്ടപ്പെടും? ഈ സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ നന്മ കൊണ്ടുവന്നവൻ ആ മനുഷ്യൻ പറയും, എത്രയോ വലുതാണ് റബ്ബേ, ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. അപ്പോൾ തിരിച്ചല്ല പറയുന്ന വാക്കുണ്ട്, ലകദാലിക്, എങ്കിൽ അത് നിനക്ക് കിട്ടും. വമിസ്ലുഹു, അതുപോലെയുള്ളത് കിട്ടും. വമിസ്ലുഹു വമിസ്ലുഹു വമിസ്ലുഹു, ഇരട്ടി 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 നിനക്ക് കാത്തിരിക്കുന്നു. ദുനിയാവിലെ ഏറ്റവും സുഖലോലുപതയിൽ ജീവിച്ച ഒരു രാജാവിനേക്കാൾ ഇരട്ടി ഇരട്ടിയാണ് ഏറ്റവും ചെറിയ നന്മ കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് പോലും ലഭിക്കുന്നതെങ്കിൽ വലക അശ്റതു അംസാലി, 10 ഇരട്ടി വരെ നിനക്കതിന്റെ സുഖം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. നരകത്തിന്റെ എല്ലാ ശിക്ഷയും കഴിഞ്ഞ്, നരകത്തിന്റെ എല്ലാ ശിക്ഷയും കഴിഞ്ഞ് അവിടുന്ന് പ്രവേശിക്കാനുള്ള, സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ളവരെ മുഴുവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റാനുള്ളവരെ നരകത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റപ്പെട്ടാൽ, അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അവിടെ ചിലരൊക്കെ ശാശ്വതരായി നരകത്തിൽ തന്നെ ആയിരിക്കും. അല്ലാത്ത ചിലരുടെ നന്മ കൊണ്ട്, ഈമാൻ കൊണ്ടും തൗഹീദ് കൊണ്ടും, എന്നാൽ പാപികളായ ചിലരെ അവിടെ നിന്ന് അവസാനം പ്രവേശിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റും. അവസാനം സ്വർഗത്തിലേക്ക് മാറ്റുന്ന വ്യക്തിയോട് അവിടെ വെച്ച് കവാടത്തിൽ വെച്ച് പറയും, ഇദ്ഹബ്, നീ മുന്നോട്ട് പൊക്കോ, ഫദ്ഖുലിൽ ജന്ന, ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ.
ഫഇന്ന ലക മിസ്ല ദുനിയാ വഅശ്റത അംസാലിഹാ, ദുനിയാവും അതിന്റെ 10 ഇരട്ടിയും നിനക്ക് ഈ സ്വർഗത്തിൽ കാത്തുവെച്ചിട്ടുണ്ട്. എന്തൊരു വിശാലമായ റഹ്മത്താണ് അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ച് നൽകി. മനുഷ്യന് ഇണകൾ വേണം അല്ലേ? ഇസ്ലാമിനെ ഏറ്റവും അധികം ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്വർഗത്തിൽ ഹൂറുലീങ്ങളുണ്ടത്രേ, ഇവർക്ക് അവിടെ ചെന്നാലും പെണ്ണ് വേണമത്രേ, ഇവരുടെ സ്വർഗത്തിൽ ഒരുപാട് തരുണീമണികൾ ഉണ്ടത്രേ. എൻ്റെ സുഹൃത്തെ, മനുഷ്യന്റെ മനസ്സാണ് അത് വേണം, അവന് ആണിന് പെണ്ണ് വേണം, പെണ്ണിന് ആണ് വേണം. അത് അള്ളാഹ് ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്. വഅസ്വാജുഹും അൽഹൂറുൽ ഐൻ, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഹദീസിലാ പറയുന്നത്, അവർക്ക് ഇണകളെ അള്ളാഹു നൽകും. അവർ വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണീമണികളായിരിക്കും. എന്തിനാണത് പറയുന്നത്? ഒരു പെണ്ണെന്നത് ആരും മോഹിക്കുന്നതാ ജീവിതത്തിൽ. സുന്ദരിയായ, ഇഷ്ടപ്പെട്ട, നല്ല ശരീരവും നല്ല ഭംഗിയും സൗന്ദര്യവും സ്വഭാവവുമുള്ള പെണ്ണിനെ കൊതിക്കാത്തവരാരാ? എങ്കിൽ ഈമാനുള്ള മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ അല്ലാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വഹൂറുൻ ഐൻ കംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ഉണ്ട്. പവിഴങ്ങളും മുത്തുകളും വിതറപ്പെട്ടതുപോലത്തെ അത്ഭുതകരമായ സൃഷ്ടിപ്പ്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ, സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹ് പറയാണ്, നാം സ്വർഗ്ഗക്കാർക്കായി ഉണ്ടാക്കി വെച്ച ഇണകളാണ്. സ്വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാ. ഫജഅൽനാഹുന്ന അബ്കാറാ, കന്യകകളായ സ്ത്രീകളായിരിക്കും അവർ. ഉർബൻ അത്റാബാ, തരുണീമണികളായ സമപ്രായക്കാരായ നല്ലവരായ സഹോദരിമാരായ സ്ത്രീകളായിരിക്കും അവിടെ. ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ഒരു ഇൻസോ ഒരു ജിന്നോ സ്പർശിക്കാത്തവരായിരിക്കും. ഇത്രക്ക് പരിശുദ്ധി പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ദുനിയാവിൽ പരിശുദ്ധി പാലിക്കാൻ വേണ്ടിയിട്ടാണ്. ദുനിയാവിലെ സ്ത്രീ താല്പര്യങ്ങളുടെ പിന്നിൽ തെറ്റായ മാർഗങ്ങളിൽ വഴിതെറ്റി സഞ്ചരിച്ച് നാളത്തെ സ്വർഗം നീ കളയണ്ട. അള്ളാഹുവിന്റെ വിശാലമായ അരുവികളെ കുറിച്ച്, സ്വർഗത്തിലെ അരുവികളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണത് പറയുന്നത്? ദുനിയാവിലെ തെറ്റായ പാനീയങ്ങൾ നീ കുടിച്ച് നാളെ പരലോകം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാ. ഇവിടെ കുടിക്കുന്ന മദ്യം, ഇവിടെ ഇഞ്ചക്ട് ചെയ്യുന്ന ലഹരി നിന്റെ ശരീരത്തിന് നാശമാണെങ്കിൽ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാനീയങ്ങളും എല്ലാതും നിനക്ക് ശരീരത്തിനൊരു കേടുമില്ലാത്തത് കാത്തുവച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളെ വിശദീകരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു പെണ്ണ്, ഇത്വലഅതി ഇലാ അഹ്ലിൽ അർളി, അവരെങ്ങാനും ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കിയാൽ, ലഅദാഅത് മാ ബൈനഹുമാ വലമലഅതുഹു റീഹാ, അതിനും ഭൂമിക്കുമിടയിൽ മുഴുവൻ പ്രകാശപൂരിതമാവുകയും സുഗന്ധ നിബിഡവുമാകുമായിരുന്നു. അതുള്ളതാ. അത് ഇസ്ലാം വെറുതെ പറഞ്ഞതല്ല, അത് അവരുടെ മഹത്വമേറിയ പ്രത്യേകതകളായി തന്നെയാ പറഞ്ഞത്. അവിടെ പ്രവേശിച്ചാൽ ലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂന വലാ യത്ഫുലൂൻ. സ്വർഗക്കാരൻ അകത്ത് പ്രവേശിച്ചാൽ മലമൂത്ര വിസർജനം ഉണ്ടാവില്ല, ഉമിനീര് കൊണ്ട് തുപ്പേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, കഫം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഏറ്റവും വൃത്തിയുള്ള മനോഹരമായ സൃഷ്ടിപ്പായിരിക്കും. അവന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പോലെ, കസ്തൂരിയുടെ കണങ്ങൾ പോലെയായിരിക്കും. ഒരു ദുർഗന്ധമില്ല. സ്വർഗത്തെ ഇത്ര മനോഹരമായി എന്തിനാ വിശദീകരിച്ചത്? മനുഷ്യ, നീ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിലെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി പരലോകം കളയല്ലേ. ആഖിറമാകുന്ന വിശാലമായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകം നീ വെറുതെ നഷ്ടപ്പെടുത്തല്ലേ. പണത്തിന്റെ, പെണ്ണിന്റെ, ലഹരിയുടെ, തോന്നിവാസങ്ങളുടെ, അധർമ്മങ്ങളുടെ, ധിക്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകിൽ പോയിക്കൊണ്ട് നീ നശിക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്താനാ. അവിടെ പ്രവേശിക്കുന്ന മനുഷ്യൻ ദുനിയാവിലെ ആകെ ജീവനില്ലാത്തവരെ പോലെ ആകില്ല. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ബലാ വല്ലദീ നഫ്സി ബിയദി, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ലയുഅത ഖുവത മിഅത റജുൽ, 100 ആളുടെ ശക്തി ഉണ്ടാകും, 100 ആളുടെ പവർ ഉണ്ടാകും ഒരു മനുഷ്യന്. ഫിൽ മത്അമി, അവന്റെ ഭക്ഷണ കാര്യത്തിലും, വൽ മശ്റബി, പാനീയത്തിലും, വശഹവതി, വികാരത്തിലും,
വൽ ജിമാഇ, ലൈംഗിക ബന്ധത്തിലും. തൻ്റെ ഇണയെ അല്ലെങ്കിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് തെറ്റായ മാർഗങ്ങളും വഴിതെറ്റിയ കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരോടാണ് ഹദീസ് പറയുന്നത്, നിനക്ക് സ്വർഗത്തിൽ 100 പേരുടെ ശക്തി പടച്ചറപ്പെട്ടു തരുമെന്ന്. ഇത് മോഹിപ്പിക്കുകയല്ല, വെറുതെ പറയുകയല്ല. അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ കലാമിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്വർഗത്തിൽ ചില അരുവികൾ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫീഹാ അൻഹാറും മിമ്മാ, വെള്ളത്തിന്റെ അരുവിയുണ്ട്. വൻഹാറും മിൻ ലബൻ, പാലിന്റെ അരുവിയുണ്ട്. വൻഹാറും മിൻ ഖംർ, മദ്യത്തിന്റെ അരുവിയുണ്ട്. വൻഹാറും മിൻ അസലിൻ മുസഫ, തെളിഞ്ഞ ശുദ്ധമായ തേനിന്റെ അരുവിയും അതിനകത്തുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, എന്നാൽ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും അതിനകത്ത് എവിടെയും ചൊവ്വാഴ്ച ഉച്ചക്കാണ് മദ്യം കൊടുക്കുക, ഞായറാഴ്ച വൈകുന്നേരമാണ് മദ്യം കൊടുക്കുക എന്നൊന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടില്ല. അവൻ ഇഷ്ടപ്പെടുന്ന, ഇച്ഛിക്കുന്ന, കൊതിക്കുന്ന സമയത്തെല്ലാം അവന് ലഭിക്കും ആ മദ്യം. ഒരിക്കലും അവന് ഒരു സെക്കൻഡ്, നിമിഷത്തേക്ക് ലഹരി ഉണ്ടാക്കില്ല. അത് കുടിച്ചതിൻ്റെ പേരിൽ അവൻ തെറി പറയേണ്ടി വരില്ല. അത് കുടിച്ച് കഴിച്ചതിൻ്റെ പേരിൽ അവൻ്റെ ആമാശയം തകർന്ന് തരിപ്പണമാകില്ല. അത്ര പരിശുദ്ധീകരിക്കപ്പെട്ടതാണ്. ഇതെല്ലാം അല്ലാഹു തആല നമ്മളെ ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് താല്പര്യം ഉണ്ടാകാനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇതൊക്കെ ചെറുതാണ്, ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, ഏറ്റവും മികച്ചതും സ്വർഗത്തിലുണ്ട്, അതിനേക്കാൾ കൂടുതലും ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ സിയാദ ഒരുക്കി വെച്ചത്? മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അന്നദുറു ഇലാ വജ്ഹില്ലാഹിൽ കരീം വസമാഉ കലാമിഹി, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് നേർക്കുനേരെ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ സംസാരം നിങ്ങൾക്ക് നേർക്കുനേരെ സ്വർഗത്തിൽ കേൾക്കാൻ പറ്റും. അതായിരിക്കും സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയെന്ന് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കാം. ആ കാഴ്ച അതിമനോഹരമാണ് എന്ന് അവരങ്ങനെ കാണുന്നവർ നോക്കി കണ്ണിമ വെട്ടാതെ എത്രയോ സമയം നോക്കി അനുഭവിക്കുമെന്ന റബ്ബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി സമയം അവർ പോകുന്നതേ അറിയാത്ത ആനന്ദത്തിന്റെ ആസ്വാദനങ്ങളുമായി പടച്ച റബ്ബ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. സ്വഹാബത്തിന് സംശയം തോന്നി, മുമ്പിൽ മറണ്ടാകുമോ? ഒരു നിഴലായിരിക്കോ? ഒരു രൂപായിരിക്കോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജാബിർ റളിയല്ലാഹു അൻഹു, ജരീർ റളിയല്ലാഹു ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഒരു രാത്രി തെളിഞ്ഞ ആകാശത്ത് നല്ല ഒരു ചന്ദ്രപ്രഭ, പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിൽ ഞങ്ങൾ നബിന്റെ അടുത്ത് വന്നപ്പോൾ നബി ഞങ്ങളോട് ചോദിച്ചു, ഇദ് നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദർ, അല്ല ബദറിന്റെ പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, അമാ ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുമോ? കമാ തറൗന ഹാദൽ ഖമർ, ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതുപോലെ നിങ്ങൾ കാണും. നിങ്ങൾ എത്ര ഒരു മറയില്ലാതെ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ, ഇതുപോലെ നിങ്ങൾ കാണും. ലാ തുളാമൂന ഫീ റുഅയതിഹി, നിങ്ങളുടെ കൺമുമ്പിൽ ഒരു മറയും ഉണ്ടാകില്ല. എത്ര വ്യക്തമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ സ്വർഗം ലഭിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം കാഫിറാകരുത്. ഇതെല്ലാം ഇവിടെ പൊളിച്ചെഴുതുകയാണ്. ഏത് മതക്കാരനായാലും കുഴപ്പമില്ല, നീ എങ്ങോട്ടും മതം മാറേണ്ട ആവശ്യമില്ല, നിനക്കും സ്വർഗമുണ്ടെന്ന് പറയുന്ന പിഴച്ചവന്മാരുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പുതിയ ഭാവത്തിൽ കടന്നു വരുന്നവരെ സൂക്ഷിച്ചോളൂ. ഇവർ അങ്ങേയറ്റത്തെ വ്യാമോഹങ്ങൾ ഇട്ടുകൊടുത്ത് ജനങ്ങളെ നശിപ്പിക്കുകയാണ്. ഈ ദീനിലേക്ക് ആള് വരാതിരിക്കാൻ പുതിയ തന്ത്രങ്ങളാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗം ഒരുക്കി വെച്ചത് കർമ്മം ചെയ്യുന്നവർക്ക് മാത്രമല്ല. ഒന്നാമത്തെ നിബന്ധന കുഫറും ശിർക്കുമില്ലാത്ത തൗഹീദിന്റെ മുഅ്മിനാവണം. ഇന്നല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾ, വമാതു, അവർ അങ്ങനെ അങ്ങ് മരിച്ചാൽ, വഹും കുഫാറുൻ, കാഫിറായി തന്നെ മരിച്ചാൽ, അള്ളാഹുവിനെ വിശ്വാസമല്ല, പരലോകം വിശ്വാസമല്ല, ദീൻ അംഗീകരിച്ചിട്ടില്ല, അവർക്ക് എന്താ ലഭിക്കുക? ഉലൈക ലഹും അദാബുൻ അലീം, വേദനയേറിയ കഠിനമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്.
സ്വർഗമുണ്ട് എന്നല്ല പറഞ്ഞ്, അവർക്ക് വേദനയേറിയ നരകമുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അടുത്ത് തന്നെ ശിർക്ക് വെച്ചുകൊണ്ട് ജീവിച്ചാലോ സ്വർഗം അവന് നിഷിദ്ധമാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ശിർക്ക് സംഭവിച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യും, എല്ലാ ശ്രമങ്ങളും അള്ളാഹുവിൽ പങ്കുചേർക്കും. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ സ്വർഗം നിഷിദ്ധമാക്കി, അവന് നരകമാണ് സങ്കേതം. ഇതൊന്നും നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ സർക്കുലർ അല്ല. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനമാണ്, അള്ളാഹുവിൽ പങ്കുചേർത്തവന് സ്വർഗം നിഷിദ്ധമാണ്. മറ്റൊരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാൾ മരിക്കുന്നത് വരെ തൗഹീദിലായി ജീവിച്ച് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മരിച്ചാൽ അവൻക്കാണ് സ്വർഗം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ആ രോഗം മൂർച്ഛിച്ച് മരണം ഉറപ്പായ ഒരു രോഗിനെ ഏതെങ്കിലും ICUയിലേക്ക് തള്ളിവിടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ബന്ധുക്കളെ, നമ്മുടെ നാവിൻ തുമ്പിലൂടെ കലിമ ചൊല്ലിക്കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ചിന്തിക്കണം. ഫിറഔനെ കുറിച്ച് പറയുന്നുണ്ട്, വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിറഔൻ പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ സമയം കഴിഞ്ഞു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും നരകാവകാശിയാണെന്ന് പറഞ്ഞ്. കാരണം എന്തേ? അവന് തൗഹീദായ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമില്ലാത്ത മനുഷ്യൻ അതിന് എത്ര തവണ പറഞ്ഞിട്ടും കാര്യമില്ല. മുഅ്മിനായി ജീവിച്ച് തൗഹീദോടെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ആ രൂപത്തിലുള്ള ഒരു താല്പര്യത്തോടെ ഇഖ്ലാസോടെ ജീവിക്കാനും, ശിർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ ദുഷിച്ച പ്രചരണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു തന്നാലും ഇത് സത്യമാണോ എന്ന് അന്വേഷിക്കാതെ പഠിക്കാതെ മറ്റൊരാൾക്ക് പങ്കുവെക്കാനോ പ്രചരിപ്പിക്കാനോ അതിനെ താഴെ പ്രശംസിക്കാനോ നമ്മുടെ വിരൽ തുമ്പുകൾ ചലിക്കാൻ പാടില്ലെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ മഹത്തായ കാഴ്ചകളിൽ ആനന്ദിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അവസാനത്തെ പേജിൽ 3 ചെറിയ സൂറത്തുകളുണ്ട്. ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുന്ന പള്ളിയിൽ വന്ന് ജുമാക്ക് വന്നിരുന്ന നമ്മളെല്ലാം എത്രയോ ചെറിയ പ്രായത്തിൽ ഒന്നും അറിയാത്ത കാലത്ത് കാണാതെ പഠിച്ചു വെച്ച അധ്യായങ്ങൾ. സൂറത്തുൽ ഇഖ്ലാസ് എന്ന ആ ചെറിയ സൂറത്തിൻ്റെ ഫളായിലുകളും ശ്രേഷ്ഠതകളും നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ പ്രത്യേകതയുണ്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് എന്ന 113, 114-ാമത്തെ സൂറത്തുകൾ. ആ 2 സൂറത്തുകൾ മുഅവ്വിദതൈനി എന്നാണ്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന 2 സൂറത്തുകൾ. എല്ലാ ശർറിൽ നിന്നുമുള്ള കാവല. മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെയും ശർറിന്ന് കാവൽ ചോദിക്കും. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് കാവൽ ചോദിക്കും. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലേ സൂറത്തുൻ നാസിൽ. എന്തല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകലതിൽ നിന്നും അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്ന ഈ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നമ്മൾ ഉപയോഗിക്കലുണ്ട്. അറിഞ്ഞിട്ട് പോലും, നമ്മൾ പഠിച്ചിട്ട് പോലും ഇസ്ലാം പഠിപ്പിച്ച ഈ ഒരു പ്രധാന സുന്നത്തിനെ നമ്മൾ പാലിക്കാറുണ്ടോ? നിത്യജീവിതത്തിൽ ചുരുങ്ങിയത് 14 തവണ ഈ 2 സൂറത്ത് നമ്മൾ ഓതണം.
ഒരു ദിവസം കടന്നു പോകുമ്പോൾ 14 തവണ ചുരുങ്ങിയത് ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ വരണം. 5 എണ്ണം ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമാണ് ഓരോ തവണ. പിന്നെ വരുന്നത് 3 തവണയായി പറഞ്ഞിരിക്കുന്നത് രാവിലെയും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾക്കിടയിൽ, അദ്കാറുകൾക്കിടയിൽ 3 തവണ ഈ സൂറത്തുകൾ ആവർത്തിക്കാൻ പറഞ്ഞു. 5ഉം 6ഉം 11. രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുന്നവനെ പറ്റി പറഞ്ഞത് നിനക്ക് എല്ലാത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഇത് മതി. എല്ലാ ശർറിനും നിനക്ക് കാവൽ നൽകാൻ മാത്രം ഈ സൂറത്തുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ഇത് ഓതണം. അതാണ് 11, 3, 14. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 3 തവണ തൻ്റെ കൈകളിലേക്ക് ഊതി, എന്നിട്ട് ഈ സൂറത്തുകൾ ഓതി ശരീരത്തിൽ എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ കൈകൊണ്ട് തടവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അതിന്റെ ഒരു സംരക്ഷണമാണ് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, ഖുർആനിലെ തുല്യതയില്ലാത്ത 2 സൂറത്ത് ലഖദ് ഉൻസില അലയ്യ ആയാതുൻ ലം അറ ഔ ലം യുറ മിസ്ലഹുന്ന. ശുദ്ധ ഖുർആനിൽ ഇതുവരെയും അല്ലെങ്കിൽ ഇറങ്ങിയതിൽ ഇതുപോലത്തെ അതുല്യമായ 2 സൂറത്തുകൾ വേറെ ഇല്ല. കാവലുകൾ ലഭിക്കുന്ന ഇസ്തിആദത്തിന് വേണ്ടി പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമമായ സൂറത്ത് എന്നാണ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. യാ ഉഖബത്ത് ഇബ്നു ആമിറേ, അലാ ഉഅല്ലിമുക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ, ഖൈറ സൂറത്തൈനി ഖുരിഅതാ, നിങ്ങൾ ഓതുന്ന സൂറത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ 2 സൂറത്ത് പറഞ്ഞു തരട്ടെ. എന്നിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഒരിക്കൽ മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊന്ന് ഊതിത്തരണം, അതല്ലെങ്കിൽ എനിക്കൊന്ന് ഒരു ഇസ്തിആദക്ക് വേണ്ടിയിട്ട്, ഒരു ശമനത്തിന് വേണ്ടി ഒന്ന് ഓതിത്തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഉഖബ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, എനിക്ക് സൂറത്ത് ഹൂദും സൂറത്ത് യൂസുഫും ഒന്ന് ഓതിത്തരുമോ നബിയെ എന്ന് ചോദിച്ചു. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു, ലൻ തഖറഅ ശൈഅൻ അബ്ലഗ ഇൻദല്ലാഹി അസ്സ വജല്ല മിൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതിനേക്കാളൊക്കെ ഏറ്റവും മികച്ചതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നീ അത് പാരായണം ചെയ്താൽ മതി. രോഗത്തിന്റെ പ്രയാസങ്ങൾ, ആകെ കൂടെ ഒരു ക്ഷീണം, ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാവില്ല, ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ഓതാൻ ഈ 2 സൂറത്തുകൾ മതിയായതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ രക്ഷാതേട്ടത്തിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് നൽകിയതാണ് ഈ അധ്യായമെന്നും പിശാചിന്റെ എല്ലാവിധ ശർറുകൾക്കുമുള്ള ഇസ്തിആദത്താണ് ഇതെന്നും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ സൂറത്തുകളുടെ ആശയവും അതിൻ്റെ പ്രധാനപ്പെട്ട വിശദീകരണങ്ങളും നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിശാചിൻ്റെതായ എല്ലാ ശർറുകളിൽ നിന്നും കാവൽ ചോദിക്കാൻ നമ്മളോട് പറഞ്ഞത്. ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് ഇസ്തിആദ നടത്തണം. പിശാചിന്റെ എല്ലാവിധ ശർറുകൾ, ദുർമന്ത്രങ്ങളിൽ നിന്ന്, പിഴച്ച ചിന്താഗതികൾ നമ്മിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കാൻ ഖുർആൻ ഓതുന്നവനോട് പോലും ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഔദു ഉണ്ടാവണം, കാവൽ ചോദിച്ച് പ്രാർത്ഥിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുടെ, ഇൻസുകളുടെ വിവിധങ്ങളായ ശർറുകൾ ഉണ്ടാകുമ്പോൾ പല പ്രാർത്ഥനകളും പല സൂറത്തുകളും ഒക്കെ ഓതാറുണ്ടായിരുന്നു. ഈ 2 സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ എപ്പോഴും ഈ 2 സൂറത്തുകളായിരുന്നു ഇസ്തിആദക്ക് വേണ്ടി ഓതാറുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ സംരക്ഷണത്തെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ മറ്റു ചില തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കും. ഒരു അസുഖം വന്നാൽ, വല്ലാത്ത പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും മുറുക്കോ ഏലസോ ചരടൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്ന് ഇസ്തിആദ തേടുന്ന മനുഷ്യരുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൈകൾ കൊടുത്ത് സലാം പറഞ്ഞ് ഇസ്ലാം സ്വീകരണത്തിന് വേണ്ടി ബൈഅത്ത് ചെയ്ത വ്യക്തിയുടെ കൂട്ടത്തിൽ ഒരാൾ കയ്യിൽ ഒരു ഏലസ് കെട്ടി വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊടുക്കാൻ വിസമ്മതിച്ചു. തൻ്റെ കയ്യിൽ കടന്നിരുന്ന ഏലസിനെ ഊരി മാറ്റിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു.
നിന്നെ രക്ഷപ്പെടുത്താനുള്ള ഒന്നും അതിനില്ല. നീ അത് ചെയ്യുന്നതോടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. ദുർമന്ത്രങ്ങൾ ചെയ്യുക എന്നത്, ഏലസുകൾ കെട്ടുക എന്നത്, ഭാര്യ ഭർത്താവിനെതിരെ ചെയ്യുന്ന മാരണം പോലെയുള്ളത് ശിർക്കുൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഗൗരവാണ്, ചെറിയ സാധനമല്ല. ഇതൊന്നും കെട്ടിയതുകൊണ്ട് എന്തെങ്കിലും ഇവിടെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ മാരകമായ ശിർക്കാണ് അവൻ്റെ ജീവിതത്തിൽ. അള്ളാഹുവിന് വെറുക്കപ്പെട്ടതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഏത് മക്കാമെന്ന് കിട്ടിയതായാലും ഏത് തങ്ങൾ തന്നാലും നമുക്കത് സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ, അതിൻ്റെ പ്രമാണങ്ങളെ ശരിയാവണ്ണം പഠിച്ച് ഇസ്ലാം നമുക്ക് നൽകുന്ന സുരക്ഷിതമായ ഇസ്തിആദയുടെ യഥാർത്ഥ മാർഗം നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടുന്ന സമയത്തിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ആളുകൾ അതിന് കഴിവുള്ളവരുണ്ട്. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണവും അലസതയും കൊണ്ട് അവിടേക്കത് നീട്ടിവെക്കാതെ കഴിവുള്ളവർ, സമ്പത്തും ആവശ്യമായ ഒരു ആരോഗ്യശേഷിയുമുള്ളവരെല്ലാം അതിന് അപേക്ഷ കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ സർവീസ് തന്നെ പരമാവധി ആ ഒരു ആനുകൂല്യം ഉപയോഗപ്പെടുത്തി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്തവർ പ്രൈവറ്റ് വഴിയുള്ള മാർഗങ്ങളുമുണ്ട്. ജൂലൈ 31 വരെയാണ് അതിൻ്റെ സമയമെന്ന് ഒരിക്കൽ കൂടെ നേരത്തെ ഒരുങ്ങിയില്ലെങ്കിൽ തൊട്ടടുത്ത ഹജ്ജിൻ്റെ മാസം വരുമ്പോഴെല്ലാം അതിൻ്റെ ഒരുക്കങ്ങൾ ഉണ്ടാവുക എന്നതുകൊണ്ട് പരിചയത്തിലുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ആ കാര്യം ഉറപ്പെടുത്തുകയാണ്. അതിനേതെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏറ്റവും നല്ല ഇഖ്ലാസോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ ഷമീർ മാടോളിയുടെ ഭാര്യാമാതാവ് തലശ്ശേരിയിലുള്ള സുബൈദ എന്നവർ ഈ പ്രഭാതത്തിൽ മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി ആശുപത്രിയിലും മറ്റുമൊക്കെ ചികിത്സകൾ തേടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും സമ്പൂർണ്ണമായ ശിഫ വേഗത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു ബർസഖിൻ്റെ ലോകം സ്വർഗ്ഗത്തോപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ വാരിൽ മുസ്ലിമായതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ഒട്ടനേകം സഹോദരങ്ങൾ, ഫലസ്തീനിൻ്റെ മണ്ണിൽ ഭക്ഷണം കിട്ടാതെ, മുലപ്പാൽ കിട്ടാതെ, മരുന്ന് കിട്ടാതെ കഷ്ടപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചുബാലന്മാർ വരെ നമ്മുടെ മുമ്പിലെ ചോദ്യചിഹ്നങ്ങൾ. അല്ലാഹുവേ, നീ അവരെ സഹായിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഇസ്ലാമിൻ്റെ, മുസ്ലിമിൻ്റെ ഏറ്റവും നല്ല ഇസ്സത്തുള്ള ജീവിതം അവർക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗ്ഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.